സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ആ സ്വപ്നങ്ങൾക്കായി പ്രവർത്തിക്കാൻ തയ്യാറാകാത്തവർ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇവരെ ലളിതമായി ഡേ ഡ്രീമേഴ്സ് വിത്ത് നോ ആക്ഷൻ എന്ന് വിളിക്കാം. ഇത്തരക്കാരുടെ ചിന്താഗതിയും പെരുമാറ്റവും ചില പ്രത്യേക കാരണങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. ആദ്യമായി ഭാവനാലോകത്തിന്റെ സുഖമാണ് ഇവരെ പിടിച്ചിരുത്തുന്നത്. വലിയ കാര്യങ്ങൾ നേടുന്നതായി സങ്കല്പിക്കുമ്പോൾ തന്നെ തലച്ചോറിൽ സന്തോഷമുളവാക്കുന്ന ഹോർമോണുകൾ പ്രവർത്തിക്കുന്നു. യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് ഒരു ലക്ഷ്യം നേടുമ്പോൾ ലഭിക്കുന്ന സന്തോഷം പോലെ തന്നെ വെറുതെ സ്വപ്നം കാണുമ്പോഴും ഇവർക്കൊരു താൽക്കാലിക സംതൃപ്തി ലഭിക്കുന്നു. ഈ സുഖത്തിൽ മുഴുകിപ്പോകുന്നതുകൊണ്ട് കഠിനാധ്വാനം ചെയ്യാനുള്ള താൽപ്പര്യം കുറയുന്നു. രണ്ടാമതായി പരാജയഭീതിയാണ് ഇവരെ പിന്നോട്ട് വലിക്കുന്നത്. ഞാൻ പരാജയപ്പെട്ടാൽ മറ്റുള്ളവരെന്തു വിചാരിക്കും എന്ന ചിന്ത ഇവരെ പ്രവർത്തനത്തിൽ നിന്ന് അകറ്റുന്നു. ഒന്നും ചെയ്യാതിരുന്നാൽ തോൽക്കേണ്ടി വരില്ല എന്നൊരു പ്രതിരോധ മനോഭാവം ഇവർക്കുണ്ടാകും. സ്വപ്നങ്ങളിൽ പരാജയമില്ലാത്തതിനാൽ അവർ അവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമതായി പെർഫെക്ഷനിസമാണ് ഒരു പ്രധാന കാര്യം. എല്ലാം തികഞ്ഞ ഒരു സാഹചര്യം വന്നാൽ മാത്രമേ തുടങ്ങുകയുള്ളൂ എന്ന ധാരണ ഇവർക്കുണ്ടാകും. ശരിയായ സമയം വരട്ടെ, മതിവരുന്ന പണമുണ്ടാകട്ടെ, എല്ലാ അറിവും നേടിയ ശേഷം തുടങ്ങാം എന്നീ കാരണങ്ങൾ പറഞ്ഞ് തുടക്കം നീട്ടിവെക്കുന്നു. ഇതാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന പ്രശ്നത്തിലേക്ക് ഇവരെ നയിക്കുന്നത്. നാലാമതായി ആസൂത്രണമില്ലായ്മയും ഇവരുടെ പ്രശ്നമാണ്. വലിയ ലക്ഷ്യങ്ങളുണ്ടായാലും അതെങ്ങനെ തുടങ്ങണമെന്ന് ഇവർക്ക് വ്യക്തതയില്ല. ലക്ഷ്യത്തെ ചെറിയ ഘട്ടങ്ങളാക്കി വിഭജിക്കാൻ കഴിയാത്തതിനാൽ അതൊരു വലിയ പർവ്വതം പോലെ തോന്നുകയും അത് കാണുമ്പോൾ തന്നെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയ്ക്ക് പല ദോഷഫലങ്ങളുമുണ്ട്. അമിത ചിന്ത മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നു. സമയം നഷ്ടപ്പെടുകയും പ്രായം കടന്നുപോകുമ്പോഴും ഒരിടത്തു തന്നെ നിൽക്കേണ്ടി വരികയും ചെയ്യുന്നു. പ്രവൃത്തിയില്ലായ്മ മൂലം ആത്മവിശ്വാസം കുറയുകയും സ്വയം വില കുറഞ്ഞവരായി തോന്നുകയും ചെയ്യാം. എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തുകടക്കാൻ വഴികളുണ്ട്. 1000 മൈൽ ദൂരമുള്ള യാത്ര ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നത് ഓർക്കണം. വലിയ സ്വപ്നങ്ങളെ ചെറിയ ജോലികളായി വിഭജിച്ച് ഇന്ന് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങുക. പ്രചോദനം എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നില്ല, എന്നാൽ അച്ചടക്കം നിങ്ങളെ മുന്നോട്ട് നയിക്കും. പരാജയത്തെ ഭയക്കാതെ അത് പഠനത്തിന്റെ ഭാഗമെന്ന നിലയിൽ സ്വീകരിക്കുക.